പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം എല്ലാ ദിവസവും, ഒരു ദിവസവും പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്നൊരു വിശുദ്ധ, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റാണ്. പുണ്യാളത്തോട് ചോദിക്കും, എന്തിനിങ്ങനെ എല്ലാ ദിവസവും കുമ്പസാരിക്കണേ? കുറേ നാളുകളാകുമ്പോൾ ആളുകൾ ഇത് എല്ലാ ദിവസവും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ എല്ലാ ദിവസവും കുമ്പസാരിക്കണേ? ഈശോയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനായിട്ടുള്ള ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നു ഓരോ ദിവസവുമുള്ള 30 വർഷങ്ങളിലെ കുമ്പസാരങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. എന്തൊരു വലിയ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നതെന്നുള്ള കർത്താവിൻ്റെ തന്നെ ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിനെ കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ളപ്പോൾ അവർക്ക് മനസ്സിലാവാതെ പോയ, അവരെ കണ്ടിട്ടും ഇങ്ങനെ മനസ്സിലാകാത്ത വിധം കണ്ണടച്ച് കളഞ്ഞ ആ മഹാസത്യത്തിൻ്റെ പ്രഭയെ തിരിച്ചറിയാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കേട്ടില്ല. എന്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കണമെന്നറിയണം. അതേ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എല്ലാ ദിവസവും ഉൾക്കൊള്ളാനും അവനെ ദർശിക്കാനും പരിശുദ്ധ കുർബാനയിൽ ഭാഗ്യം ലഭിച്ചിട്ട് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴിമാറി നടക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ അവനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനസ്സൊരുക്കാത്തത് എന്തുകൊണ്ടാണ്? വചനം ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിങ്ങനെ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഒരു ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടിയിട്ട് ഉറക്കമിളച്ചിരുന്ന്, ജോലിക്ക് പോവാതിരുന്ന്, പഠിക്കാൻ പോവാതിരുന്ന്, പല കാര്യങ്ങളും മാറ്റിവെച്ച് ഈ സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ കളിയൊക്കെ കണ്ടിരുന്ന മനുഷ്യർ ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു എന്ന് പറയണേ. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. കർത്താവിനെ വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കർത്താവിന് വേണ്ടിയിട്ട് ഒരു പരിശ്രമവും നടത്താതിരിക്കുന്ന സമയത്ത് തന്നെ അതിലും എത്രയോ വില കുറഞ്ഞ, എത്രയോ താഴ്ന്ന കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ സമയം മാറ്റിവെക്കുന്നു, എത്രയോ പരിശ്രമങ്ങൾ നടത്തുന്നു, എത്രമാത്രം കഷ്ടപ്പെടുന്നു. കർത്താവ് അതാ പറയണേ, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലമില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എന്തൊക്കെ പൊട്ടക്കിണറുകളാണെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒന്നിനും സമാധാനം തരാൻ കഴിയാത്ത, ശരിയായ സന്തോഷം തരാൻ കഴിയാത്ത, ഉള്ളിൽ സ്നേഹം നിറയ്ക്കാത്ത, ജീവിതത്തെ ബലപ്പെടുത്താത്ത, പലപ്പോഴും ജീവിതത്തെ അസ്വസ്ഥതകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന, നിരാശയിലേക്ക് നമ്മളെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നാലെ എപ്പോഴും ഓട്ടം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾ മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്. ജലമില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമില്ല. ഇവിടെ ഒരാൾ ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷക്കാലം ഓരോ ദിവസവും പരിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഒരൊറ്റ കാര്യം, ഒരൊറ്റ ഫോക്കസ്, എനിക്ക് ഈശോയെ കാണണം. ദൈവദർശനത്തിന് വേണ്ടിയിട്ട് കർത്താവിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നുള്ളത് ദൈവവചനമാണ്. വചനത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചേക്കാണ് വചനം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. അത് അങ്ങനൊരു ഉറപ്പ് കിട്ടിയിട്ട് ഇതുവരെ ആരും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? കർത്താവ് അതാ പറയണത്, നിങ്ങൾ കാണുന്നവ കാണാൻ അനേകം പ്രവാചകന്മാരും അനേകം നീതിമാന്മാരും ഒക്കെ ആഗ്രഹിച്ചതാണ്.
പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കർത്താവ്. ഈ ഭാഗ്യത്തിൻ്റെ വലിയ വില മനസ്സിലാക്കാതെ ഞങ്ങളെപ്പോഴും പലരുടെയും പിന്നാലെ അലഞ്ഞു കിടക്കുകയാണല്ലോ. പ്രതിവചന സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവെ അങ്ങിലാണ് ജീവൻ്റെ ഉറവ. കർത്താവെ അങ്ങിലാണ് ജീവൻ്റെ ഉറവ. ആ ജീവൻ്റെ ഉറവയ്ക്ക് പകരം പലതിനും പിന്നാലെ അലഞ്ഞു നടന്നൊരു സ്ത്രീയോട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ കുടിക്കുന്ന ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം അത് ജീവജലമാണ്, അത് കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കില്ല. കർത്താവെ ഞങ്ങളെ അങ്ങയുടെ ആ ഒരു വലയത്തിനുള്ളിലാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ദാഹം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മറ്റ് പലതിൻ്റെയും പിന്നാലെ നടക്കുന്ന ഇതിൻ്റെ ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി അന്വേഷിച്ചിറങ്ങാനും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താനും കൃപ തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഇത് വെറുതെ ആവില്ല. തമ്പുരാനെ ദർശിക്കുന്നവൻ്റെ ജീവിതം സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും. കർത്താവെ ഞങ്ങളെ അതിന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഇതാ എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കും ശരിക്കും ദാഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കാൻ തരിക. സമരിയക്കാരി സ്ത്രീ കർത്താവിനോട് ചോദിച്ചതുപോലെ ഇത്രയും നാൾ ഞാൻ മറ്റു പലതിൻ്റെയും പിന്നാലെയാണ്, നീ പറഞ്ഞ ജീവജലം എനിക്ക് കുടിക്കാൻ താ. എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കിതാ ശരിക്കും ദാഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങയോടുള്ള ദാഹം തരണമേ, സ്വർഗത്തിൻ്റെ ജീവജലമായ അങ്ങയെ ഞങ്ങൾക്ക് കുടിക്കാൻ തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിമയോൻ എന്ന് പറയുന്ന ദീർഘദർശി കർത്താവിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന വചനങ്ങളുണ്ടല്ലോ, സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചേക്ക്. ഇതാണ് കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോഴുള്ള, അവനെ കണ്ടു കഴിയുമ്പോഴുള്ള കാഴ്ച നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ സ്വസ്ഥത. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ദർശിക്കുന്ന രാത്രിയായിരിക്കട്ടെ, ഇത് ദർശനത്തിൻ്റെ രാവായിരിക്കട്ടെ എന്ന അപേക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.